മത്സ്യങ്ങളോടും അക്വേറിയത്തോടുമുള്ള അഭിനിവേശം ഒരു അക്വേറിയം വാങ്ങുന്നതിലേക്കും അതിലേക്ക് ഒരുപാട് മത്സ്യങ്ങളെ വാങ്ങിക്കൂട്ടുന്നതിലേക്കുമാണ് നമ്മളെ നയിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മത്സ്യങ്ങളുടെ വിസർജ്യം അല്ലെങ്കിൽ കാഷ്ടം ഇത് എവിടെ പോകുന്നതെന്ന്, ഇതിനെന്താ സംഭവിക്കുന്നതെന്ന്? ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് Aqua Legenda Studios, transforming the aquatic dreams into reality. മത്സ്യങ്ങളുടെ കാഷ്ടം ഒരു അൺവാണ്ടഡ് ഐറ്റമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അക്വേറിയത്തിന് മുൻപിൽ നിന്നോ ഇരുന്നോ മനോഹരങ്ങളായ മത്സ്യങ്ങളുടെ ഭംഗി ആസ്വദിക്കുന്ന നമ്മളുടെ കണ്ണുകൾക്ക് അരോചകം പകരുന്നതാണ് മത്സ്യങ്ങളുടെ വിസർജ്യം. അവ അരോചകം പകരുക മാത്രമല്ല, അക്വേറിയത്തിലെ വെള്ളം മലിനമാക്കുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു ആവശ്യമില്ലാത്ത വസ്തുവാണോ? ഇതിന് എന്ത് പരിണാമമാണ് സംഭവിക്കുന്നത്? മത്സ്യങ്ങളെ വളർത്തുമ്പോൾ ഫീഡ് കൊടുക്കണം. ഫീഡ് കൊടുക്കുന്നതിൻ്റെ ആനുപാതികമായിട്ടാണ് ഫിഷ് പൂപ്പ് ഉണ്ടാകുന്നത്, ഈ വിസർജ്യം ജനറേറ്റ് ആവുന്നത്. മത്സ്യങ്ങളുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും വിസർജ്യം ബയോളജിക്കൽ അമോണിയയാണ്. ബയോളജിക്കൽ അമോണിയ എന്ന പദം സയൻറ്റിഫിക്കും കടിച്ചാൽ പൊട്ടാത്തതും നമുക്ക് പരിചയക്കുറവുള്ളതുമായി തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ലഘൂകരിച്ച് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ അത് ജൈവവളമാണ്. മത്സ്യങ്ങളുടെ കാഷ്ടം അല്ലെങ്കിൽ വിസർജ്യം ജൈവവളമാണ്. ജൈവവളത്തെക്കുറിച്ചും ജൈവ കൃഷിയുടെ മേന്മകളെക്കുറിച്ചും നമ്മൾ മലയാളികൾ ചിന്തിച്ചു തുടങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ബയോളജിക്കൽ അമോണിയ എന്ന പദത്തേക്കാൾ എന്തുകൊണ്ടും നല്ലത് ജൈവവളം എന്ന പദം തന്നെയാണ്. എന്തെല്ലാമാണ് ജൈവവളം എന്ന് ചിന്തിച്ച് വിഷയത്തിൽ നിന്നും മാറിപ്പോകാതെ അക്വേറിയത്തിൽ എന്തെല്ലാമാണ് ബയോളജിക്കൽ അമോണിയ അല്ലെങ്കിൽ ജൈവവളമായി മാറുന്നത് എന്ന് നോക്കാം. ഷുവർലി മത്സ്യങ്ങളുടെ കാഷ്ടം, മത്സ്യം ഭക്ഷിക്കാതെ ബാക്കി വന്ന് കിടന്ന് ചെയ്യുന്ന ഫിഷ് ഫുഡ്, അക്വേറിയത്തിൽ മരിക്കുന്ന മത്സ്യങ്ങൾ, ഇതെല്ലാം ജൈവവളമാണ് അല്ലെങ്കിൽ ബയോളജിക്കൽ അമോണിയയാണ്. മത്സ്യവിസർജ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് വിസർജിക്കുന്നതിന് പകരമായി മത്സ്യവിസർജ്യം ഉൾപ്പെടെ അക്വേറിയത്തിൽ ഫോം ആകുന്ന ബയോളജിക്കൽ അമോണിയയ്ക്ക് അല്ലെങ്കിൽ ജൈവവളത്തിന് എന്ത് പരിണാമമാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അക്വേറിയത്തിന്റെ ബോട്ടത്തിൽ സെറ്റിലാകുന്ന ഈ ജൈവവളം വെള്ളത്തിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങും. അത് വെള്ളത്തിനെ വിഷമയമാക്കും. ഈ അമോണിയ കണ്ടന്റുള്ള വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നതിനും അവ ചത്തുപോകുന്നതിനും കാരണമാകും. വെള്ളത്തിൽ അമോണിയ കണ്ടന്റ് കൂടുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയും. അതുതന്നെയാണ് അമോണിയ ഷോക്കിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ മത്സ്യങ്ങളെല്ലാം കൂടെ കൂട്ടമായി വാട്ടർ സർഫേസിൽ വന്ന് വായ തുറന്ന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ കാണിക്കും. അക്വേറിയത്തിന് ദോഷകരമായി മാറുന്ന ഈ അമോണിയ കണ്ടന്റ് കാലങ്ങളായി അക്വേറിയം ഹോബിസ്റ്റുകളെല്ലാം അക്വേറിയത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് വീക്ക്ലി വാട്ടർ ചേഞ്ചിൽ കൂടിയാണ്. അക്വേറിയത്തിൽ നിന്ന് 30-50% അമോണിയ കണ്ടന്റ് ഉള്ള വെള്ളം അക്വേറിയത്തിൽ നിന്ന് നീക്കം ചെയ്ത് ശുദ്ധമായ വെള്ളം റീഫിൽ ചെയ്യുന്നതിനെയാണ് വാട്ടർ ചേഞ്ച് എന്ന് സിമ്പിളായി പറയുന്നത്. നിങ്ങളിൽ പലരും ഈ വാട്ടർ ചേഞ്ച് നിങ്ങളുടെ അക്വേറിയത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും എന്തിനാണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്? അതായത് അമോണിയ കണ്ടന്റ് ഉള്ള വെള്ളം മാറ്റി ശുദ്ധജലം നിറച്ച് വെള്ളത്തിലെ അമോണിയ കണ്ടന്റ് ബാലൻസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് എന്ന വ്യക്തമായ ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അക്വേറിയത്തിൽ ഫോം ആകുന്ന ബയോളജിക്കൽ അമോണിയ വീക്കിലി വാട്ടർ ചേഞ്ചിൽ കൂടെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ വീക്കിലി വാട്ടർ ചേഞ്ച് ചെയ്യാത്ത പക്ഷം വെള്ളത്തിലെ അമോണിയ കണ്ടന്റ് വളരെയധികം ഉയരുകയും അത് മത്സ്യങ്ങളുടെ ജീവന് തന്നെ ഹാനികരമായി മാറുകയും ചെയ്യുന്നു. ഇഫ് യു ആർ എ ബിഗിനർ, never forget to do weekly water change. ഇതുവരെ പറഞ്ഞത് സാധാരണ ഒരു അക്വേറിയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു അക്വേറിയത്തിൽ ഈ ബയോളജിക്കൽ അമോണിയയ്ക്ക് അല്ലെങ്കിൽ ജൈവവളത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്ന ഒരു നോൺ പ്ലാന്റഡ് അക്വേറിയത്തിൽ, പ്ലാന്റഡ് അക്വേറിയത്തെക്കുറിച്ച് ഇതിനുശേഷം പറയാം. നോൺ പ്ലാന്റഡ് അക്വേറിയത്തിൽ ഇതുപോലെ വീക്ക്ലി വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇത്തരം ടാങ്കുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സം ഫിൽട്രേഷൻ യൂണിറ്റ് ആണ്. ഈ സം ഫിൽറ്ററിൽ ശരിയായ രീതിയിൽ ബാക്ടീരിയയെ നമ്മൾ കോളനൈസ് ചെയ്തെടുക്കും. അക്വേറിയത്തിലെ വെള്ളം ഫിൽറ്ററിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ഫിൽറ്ററിൽ നമ്മൾ കോളനൈസ് ചെയ്തു വെച്ചിട്ടുള്ള നൈട്രിഫൈൻ ബാക്ടീരിയ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയയെ നൈട്രേറ്റ്, നൈട്രൈറ്റ് തുടങ്ങിയ മൂലകങ്ങളായി കൺവേർട്ട് ചെയ്യും. നൈട്രേറ്റിൻ്റെയും നൈട്രൈറ്റിൻ്റെയും ഫോർമേഷന് കാരണമാകുന്നത് കൊണ്ടാണ് ഈ ബാക്ടീരിയയ്ക്ക് നൈട്രിഫൈൻ ബാക്ടീരിയ എന്ന് പറയുന്നത്. നൈട്രിഫിക്കേഷൻ പ്രോസസ്സിന് സഹായിക്കാതെ നൈട്രിഫൈൻ ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുകയില്ല. ഈ പ്രോസസ്സ് നടക്കുന്നതിനനുസരിച്ച് നൈട്രിഫൈൻ ബാക്ടീരിയയുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കും. ഇത്തരം ടാങ്കുകളിൽ വീക്ക്ലി വാട്ടർ ചേഞ്ച് ആവശ്യമില്ല.
1.5-2 വർഷം കൂടുമ്പോൾ അക്വേറിയത്തിന്റെ ഫിൽറ്റർ ഒന്ന് സർവീസ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതൊരു പ്ലാന്റ് ടാങ്ക് ആണെങ്കിൽ ടാങ്കിന്റെ ഏറ്റവും ബോട്ടം ലെയറായി നൈട്രിഫൈം ബാക്ടീരിയ ആഡ് ചെയ്ത് കൊടുക്കും. മുകളിൽ പറഞ്ഞ അതേ പ്രോസസ്സിൽ കൂടി ഈ ബാക്ടീരിയ വെള്ളത്തിലെ അമോണിയയുടെ അളവ് കുറച്ച് നൈട്രേറ്റിന്റെയും അളവ് കൂട്ടുന്നു. നൈട്രൈറ്റ് എല്ലാം ചെടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള എലമെന്റുകളാണ്. അക്വേറിയത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ നൈട്രേറ്റും ചെടികൾ വേരുകളിൽ കൂടിയും മറ്റും വലിച്ചെടുത്ത് നല്ല രീതിയിൽ വളർന്നു വരുന്നു. നോൺ പ്ലാന്റ് ടാങ്കിൽ നടക്കുന്ന നൈട്രിഫിക്കേഷൻ പ്രോസസ്സിന് ഏകദേശം അതേ ഘടനയിൽ തന്നെയാണ് ഒരു കോയ് പോണ്ടിലെ നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതേപോലെ തന്നെ ഒരു പ്ലാന്റ് ടാങ്കിൽ നടക്കുന്ന നൈട്രിഫിക്കേഷൻ പ്രോസസ്സിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒരു പാലുടേറിയത്തിലെയും നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അക്വേറിയത്തിലെ മത്സ്യങ്ങളുടെ വിസർജ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ഇതുവരെ ചിന്തിക്കാത്തവരെ ചിന്തിപ്പിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നൈട്രിഫിക്കേഷൻ സൈക്കിൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു അക്വേറിയം ആണെങ്കിൽ വീക്ക്ലി വാട്ടർ ചേഞ്ച് 30-50% ചെയ്യാൻ മറക്കാതിരിക്കുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.